നിയമസഭാ പുസ്തകോത്സവത്തിനെത്തുന്നവർക്ക് നഗരം കാണാനുള്ള അവസരമൊരുക്കുകയാണ് KSRTC. പുസ്തകോത്സവത്തിന്റെ ഭാഗമായുള്ള KSRTCയുടെ സിറ്റി റൈഡിന് തുടക്കമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായാണ് യാത്ര. അറിവിന്റെയും അക്ഷരത്തിന്റെയുമെല്ലാം ഉത്സവമാണ് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം. കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള നിരവധി പേരാണ് മേളയുടെ ഭാഗമാകാൻ തലസ്ഥാനത്ത് എത്തുന്നത്. ഇവർക്ക് തലസ്ഥാനം ചുറ്റിക്കാണാനുള്ള അവസരമൊരുക്കുകയാണ് KSRTC സിറ്റി റൈഡിലൂടെ. മന്ത്രി KB ഗണേഷ് കുമാർ സിറ്റി റൈഡിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. 2 സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്, വേറെ സ്കൂളിൽ നിന്നുണ്ട്. എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ വരും. ഇന്നും പല സ്കൂളുകളിൽ വരുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ നഗരത്തിൽ കുഞ്ഞുങ്ങൾക്കൊരു കാഴ്ച ഈ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീറിന്റെ ഒരു ആശയമാണ്. പത്തനാപുരം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സിറ്റി റൈഡിലെ ആദ്യ യാത്രക്കാരായത്. ഇത്തരമൊരു അനുഭവം ആദ്യമായാണെന്ന് വിദ്യാർത്ഥികൾ. അടിപൊളിയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ പറ്റി. ദൂരെ നിന്നാ കണ്ടത്, എങ്കിലും കാണാൻ പറ്റി. പുസ്തകോത്സവത്തിനെത്തുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായാണ് സിറ്റി റൈഡിലെ യാത്ര. മ്യൂസിയവും മൃഗശാലയും കനകക്കുന്ന് കൊട്ടാരവും എല്ലാം ഉൾപ്പെടുന്നതാണ് പുസ്തകോത്സവത്തിന്റെ സിറ്റി റൈഡ് ബസ് റൂട്ട്. തിരുവനന്തപുരത്തെ മൃഗശാലയാണ് കാണുന്നത്. തിരുവനന്തപുരം സൂ 1859 തിരുവനന്തപുരത്തിന്റെ മൃഗശാല ആരംഭിക്കുന്നത്. 55 ഏക്കറിലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം മൃഗശാലയാണ് തിരുവനന്തപുരത്തിന്റെ മൃഗശാല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.